ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മികച്ച സംഭാവനയുമായി UK. ലോകത്തിനടുക്കിയ കോവിഡ് മഹാമാരിക്കുള്ള പ്രതിരോധ മരുന്നാണ് ഗവേഷകർ UK-യിൽ വികസിപ്പിച്ചത്. സാപ്പോമെറാൻ mRNA COVID-19 വാക്സിനാണ് UK വികസിപ്പിച്ചത്. ഇതിന് പുതുവർഷത്തിൽ MHRAയുടെ അംഗീകാരവും ലഭിച്ചു. 18-നും അതിൽ കൂടുതലും പ്രായമുള്ള വ്യക്തികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനായി സാപ്പോമെറാൻ mRNA COVID-19 വാക്സിൻ ഉപയോഗിക്കാൻ കഴിയും. 2026 ജനുവരി 2-നാണ് MHRA വാക്സിന് അംഗീകാരം നൽകിയത്. കൈയുടെ മുകൾ ഭാഗത്തെ പേശികളിലാണ് വാക്സിൻ കുത്തിവയ്ക്കുക. 0.5 മില്ലി ബൂസ്റ്റർ ഡോസായി സാപ്പോമെറാൻ നൽകാൻ കഴിയുമെന്ന് ആരോഗ്യവൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇതിൽ ഒരു സെൽഫ് ആംപ്ലിഫൈഡ് മെസഞ്ചർ RNA അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരകോശങ്ങളെ താൽക്കാലികമായി SARS-CoV-2 സ്പൈക്ക് പ്രോട്ടീൻ നിർമ്മിക്കാൻ നിർദ്ദേശിക്കും. ഭാവിയിൽ വൈറസിനെ ചെറുക്കാൻ ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ പഠിപ്പിക്കുകയും ചെയ്യും. രോഗികളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണനയെന്നും സാപ്പോമെറാൻ SARS-CoV-2 മൂലമുണ്ടാകുന്ന COVID-19 തടയുന്നതിന് മുതിർന്നവരിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ബദൽ വാക്സിനാണെന്നും MHRAയിലെ ഹെൽത്ത് കെയർ വിഭാഗം ഇടക്കാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജൂലിയൻ ബീച്ച് പറഞ്ഞു. ലൈസൻസ് ഉള്ള എല്ലാ മരുന്നുകളെയും പോലെ ഇത് കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ അതിന്റെ സുരക്ഷ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും MHRA വ്യക്തമാക്കി. വളരെ സാധാരണമായ പാർശ്വഫലങ്ങൾ, അതായത് 10-ൽ ഒരാൾക്ക് എന്ന നിലയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് വേദന അല്ലെങ്കിൽ ആർദ്രത, ക്ഷീണം, വിറയൽ, പനി, പേശികളിലും സന്ധികളിലും വേദന, തലവേദന, തലകറക്കം എന്നിവയാണ് സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ. വാക്സിനേഷൻ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാറുമെന്നും അധികൃതർ വ്യക്തമാക്കി. പാർശ്വഫലങ്ങളുടെ പൂർണ്ണ ലിസ്റ്റ് MHRA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. മരുന്നിൽ നിന്ന് പാർശ്വഫലം ഉണ്ടായെന്ന് സംശയിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ഡോക്ടറുമായോ ഫാർമസിസ്റ്റുമായോ നഴ്സുമായോ സംസാരിച്ച് MHRA യെല്ലോ കാർഡ് സ്കീമിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും കഴിയുമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു.